يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനാകുന്ന ജീവിത വഴിയെ വിശുദ്ധിയോടെ വിജ്ഞാന ബോധ്യത്തോടെ നിലനിർത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇഹത്തിലും പരത്തിലും നേടിയെടുക്കുന്ന ഉൽബുദ്ധരും മുത്തഖീങ്ങളുമായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റിള നേടിയെടുക്കാനുള്ള പരിശ്രമം അവസാന നിമിഷം വരെ സാൻമാർഗികമായി നിലനിർത്തുകയും നടത്തുകയും ചെയ്യുന്ന ഉൽബുദ്ധരായ വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യജീവിതം വിവിധ ഘട്ടങ്ങൾ പിന്നിടുന്ന ഒരു യാത്രയാണ്. ലൈഫ് ഈസ് ആസ് എ ജേണി എന്ന് നമ്മൾ പറയാറുണ്ട്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതിലൂടെയൊക്കെ കളിയും ചിരിയും കരച്ചിലും സുഖവും ദുഃഖവും ദാരിദ്ര്യവും സമ്പന്നതയും ആരോഗ്യവും രോഗവും ഒഴിവും തിരക്കുമൊക്കെയായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടക്ക് നമ്മുടെ പ്രായത്തിൻ്റെതായ അപക്വതകൾ, ഓരോ പ്രായത്തിലും വരുത്തി വെക്കുന്ന വിനകൾ നമുക്ക് തന്നെ, നമ്മൾ ഉൾപ്പെടുന്ന കുടുംബത്തിനും സമൂഹത്തിനും പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഞാനിത് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ആഘോഷവും വസന്തവുമായി തീരുന്ന ഈ പറഞ്ഞ പ്രായത്തിനിടക്കുള്ള അഡോളസൻസ് പീരീഡ്, കൗമാരം എന്ന് പറയുന്നത് ഏറെ കാലുഷ്യമായി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പൊട്ടൻഷ്യാലിറ്റിയും സാധ്യതയുമുള്ള കൗമാരത്തെ കൈകാര്യം ചെയ്യുന്നതിനിടക്ക്, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നിടത്ത് സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ, തലമുറകളുടെ, മുതിർന്നവരുടെയൊക്കെ കാര്യമാത്രമായ ഇടപെടലുകൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇനിയും പലതും നമ്മൾ കേൾക്കേണ്ടി വരും. അത് കൗമാരത്തിൻ്റെ കുഴപ്പം മാത്രമല്ല, അവരെ കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെടാതെ പോകുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാകുക എന്നത് നമ്മളും കൗമാരം കഴിഞ്ഞ് കടന്നു വന്നവർ എന്ന നിലക്ക് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ കേരളത്തിൽ, നമ്മുടെ മലയാളക്കരയിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്നു എന്നല്ല, പക്ഷേ ശരാശരി കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരേന്ത്യക്കൊക്കെ സമാനമായി കൊണ്ട് പല വിധത്തിലുള്ള കൊലപാതകങ്ങൾ, ആത്മീയ ചൂഷണങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, ലൈംഗിക ചൂഷണങ്ങൾ, ബലാത്കാരങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഈ കേരളത്തിൽ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പരതിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അതിൽ ജാതി, മത, വർഗവർണ്ണ, ലിംഗ, പ്രായ വ്യത്യാസമൊന്നുമില്ല. പലരും ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. പക്ഷെ അതിനെ കൂടുതൽ ഗൗരവതരമാക്കി തീർക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, കൗമാരപ്രായക്കാർക്കിടയിൽ അവരുടെ പുതിയ കാല മാറ്റങ്ങളെ ആശയോടെയും ആശങ്കയോടെയും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ, അതല്ലെങ്കിൽ സാമൂഹ്യ പ്രധാനമായ പല വിഷയങ്ങളിലും കൗമാരത്തിൻ്റെ എനർജിയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വിജയിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്, അതില്ലാതില്ല. പക്ഷേ എങ്കിലും അസ്വസ്ഥപ്പെടുത്തുന്ന ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ ഇതിനിടക്ക് വന്നത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. ഇപ്പോൾ കോട്ടയം ജില്ലയിലെ പാലയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ നഗ്നനാക്കി മറ്റുള്ള കുട്ടികൾ റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതേപോലെ താമരശ്ശേരിയിൽ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് സ്വന്തം ഉമ്മയെ കൊന്നുകളഞ്ഞത്. ലഹരിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള വിഷയത്തിലാണത്.
കൊല്ലുക മാത്രമല്ല ചെയ്തത്, ജന്മം നൽകിയ ഉമ്മക്ക് ഞാൻ നൽകുന്ന ശിക്ഷയാണ് എന്ന് പോലും അവൻ പറഞ്ഞു വെച്ചു. അവന്റെ ബോധ മനസ്സല്ല. അതേപോലെ തന്നെ പാലക്കാട് ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളില് ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പലുടെ ഓഫീസിൽ കയറിക്കൊണ്ട് അവൻ പറഞ്ഞ വാക്ക് വാട്സപ്പിലൊക്കെ വൈറലായതാണ്. തീർത്ത് കളയുമെന്നാണ്. വധഭീഷണിയാണ് മൊബൈല് പിടിച്ചു വെച്ചതിന്റെ പേരിൽ അവൻ നടത്തിയത്. അതുപോലെ 8ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ്സുകാരിയുടെ കുഞ്ഞിന്റെ പിതാവായി മാറി. ഇടുക്കി ജില്ലയിൽ നിന്നുള്ളതാണ്. 8ാം ക്ലാസ്സുകാരന്റെ കുഞ്ഞിന് 9ാം ക്ലാസ്സുകാരി പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ പറയാൻ പോലും സാധിക്കും. ഇപ്പൊ നമ്മൾ ഇന്നും ഇന്നലെയും ഒക്കെയായി വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തയിൽ തൃപ്പൂണിത്തറയിലെ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി, മെഹറിൻ എന്നാണ് പറയുന്നത്, ആ വിദ്യാർത്ഥി 26 നില താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് 26ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തതിന്റെ പിന്നിൽ അവൻ ഏറെ മാനഹാനിക്ക് വിധേയനായി അഭിമാനക്ഷതം ഏൽപ്പിച്ച വിധത്തിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുടെ അറുതി എന്നോണം ആത്മഹത്യയിൽ ചെന്ന് പതിച്ചു എന്നാണ്. അഥവാ അവന്റെ കൂട്ടുകാർ, അതല്ലെങ്കിൽ സഹപാഠികൾ, ഒപ്പം പഠിക്കുന്നവര്, അതല്ലെങ്കിൽ സീനിയർ സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നവർ റാഗിങ്ങിന് വിധേയമാക്കി എന്നാണ്. ആ റാഗിങ്ങിന്റെ ഒക്കെ കോലമുണ്ട്. ക്ലോസറ്റിലേക്ക് തല താഴ്ത്തി വെച്ച് ഫ്ലഷ് അടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ 26 നില താഴെ, പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുക. ഈ ജനുവരി 15, കഴിഞ്ഞ മാസം ജനുവരി 15 വന്ന ഒരു റിപ്പോർട്ടിൽ +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി, മുസ്ലിം കുടുംബത്തില, പേര് പറയുന്നില്ല, ആ പെൺകുട്ടി കോഴിക്കോട് ജില്ലയിലാണ്. വൈകി വന്നപ്പോൾ വീട്ടുകാർ ചോദിച്ചതാണ് എന്താണ് മകളെ വൈകിയത് എന്ന്. ആ ചോദിച്ചതിന്റെ പേരിൽ മനംതൊന്ത് ആത്മഹത്യാശ്രമം നടത്തി പടുത്ത് മരണത്തിന് വിധേയമായി. ഞാനിത് പറയുന്നത് ഇങ്ങനെയുള്ള തിന്മകളുടെ, തെറ്റുകളുടെ, കുറ്റകൃത്യങ്ങളുടെ, കൗമാര ചാബല്യങ്ങളുടെ പോരായ്മകൾ പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടിയല്ല. ഇനിയും എത്രയോ റിപ്പോർട്ടുകൾ നമ്മളുടെ കണ്ണുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ ഇതിനകം കടന്നുപോയിട്ടുണ്ട്. അപ്പൊ എന്താണ്, എവിടെയാണ് പിഴക്കുന്നത്, സംഭവിക്കുന്നത് എന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാകണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൗമാരത്തെ കൈകാര്യം ചെയ്യുന്നിടത്ത് രക്ഷിതാക്കൾക്ക് പിഴച്ചു പോകുന്നുണ്ടോ? ഗുരുനാഥന്മാർക്ക്, അധ്യാപകർക്ക് പാളിപ്പോകുന്നുണ്ടോ? ഒരു സമൂഹത്തിലെ മുതിർന്ന തലമുറ, അതേപോലെ തന്നെ ഗവൺമെന്റ് ഏജൻസികൾ, നിയമപാലകര്, മതസംഘടനകള്, മഹല്ല് സംവിധാനങ്ങൾ, ആരാണ് ഒരു തലമുറകൾക്ക് ദിശാബോധം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗൈഡ് ലൈൻ കൊടുക്കേണ്ടിടത്ത് അത് അതിൻ്റെതായ സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ പിഴച്ചു പോകുന്ന, തെന്നിപ്പോകുന്ന, വ്യതിചലിച്ചു പോകുന്ന ഒരുപാട് കൂട്ടങ്ങളെ, കുട്ടിക്കൂട്ടങ്ങളെ, കൗമാരപ്രായക്കാരെ, അങ്ങനെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നവരെയൊക്കെ നമുക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് വലിയ ഒരു ചലഞ്ചിങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അഡോളസൻസ് പീരീഡിന്റെ, കൗമാരപ്രായത്തിന്റെ ആ ഒരു പ്രത്യേകത നമുക്കറിയാം. ശരീരത്തിന്, അതേപോലെ തന്നെ സൗന്ദര്യത്തെയും ശരീരത്തെയും ആഘോഷമാക്കുന്ന ഒരു സമയമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. തങ്ങൾ വലുതായി എന്ന് ഒരേ സമയം വിചാരിക്കുകയും എന്നാൽ അതേ സമയം തന്നെ അപക്വമായ കാര്യങ്ങളിലേക്ക് സാഹസികമായി എടുത്ത് ചാടപ്പെടുകയും എടുത്തെറിയപ്പെടുകയും ചെയ്യുന്ന ഒരു പീരീഡാണ്. അവരുടെ അവിവേകങ്ങളെ വിവേകം കൊണ്ട് തിരുത്തുക എന്നതും, അവർ പൂർണ്ണമായ മനുഷ്യരായി മാറിയിട്ടില്ല എന്നും, ജീവിതത്തിന്റെ സഞ്ചാരം ആരംഭിച്ച് ശൈശവം പിന്നിട്ട്, ബാല്യം പിന്നിട്ട്, കൗമാരത്തിലേക്ക് കടന്ന് ബാല്യത്തിന്റെയും കൗമാരത്തിന്റെയും ഇടക്കുള്ള സന്നിഗ്ധമായൊരു പീരീഡിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അഡോളസൻസ് പീരീഡ് ബിറ്റ്വീൻ സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറയാറുണ്ട്. കൗമാരപ്രായം എന്ന് പറയുന്നത് സമ്മർദ്ദത്തിന്റെയും കൊടുങ്കാറ്റിന്റെയും ഇടക്കാണ്. സന്നിഗ്ധമായ, സെൻസിറ്റീവായ പീരീഡാണ്. അതിനെ അതിൻ്റെതായ അർത്ഥതലങ്ങളിലൂടെ, കാഴ്ചപ്പാടുകളിലൂടെ നോക്കിക്കാണണമെന്നാണ്. അവർ വളരുന്ന സാഹചര്യം, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രായം, അവരുടെ അവിവേകങ്ങൾ, അപക്വതകൾ, ഇതിനെയൊക്കെ കാരണമറിഞ്ഞ് ചികിത്സിക്കുവാനുള്ള സന്നദ്ധതയാണ് സന്മനസ്സുള്ള സമൂഹം ടുവേർഡ്സ് ടീനേജ് കമ്മ്യൂണിറ്റി അഥവാ കൗമാരപ്രായക്കാർക്ക് നേരെ കാണിക്കേണ്ടത്. ഇപ്പൊ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഈ പീരീഡിനെ കുറിച്ച് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് എന്ന്, അതല്ലെങ്കിൽ 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് എന്നൊക്കെ പറയും. അപ്പൊ ഈ അഡോളസൻസ് പീരീഡിൽ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളും സമൂഹവും ജാഗ്രത പാലിക്കണമെന്നാണ് റിപ്പോർട്ടുകളിലൂടെ പറയുന്നത്. കാരണം അവരുടെ പ്രായം ആ രൂപത്തിലാണ്, ഏതിലും ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ നന്മയിലും കൂട്ടുകൂടി അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. പക്ഷേ പ്രായത്തിന്റെ ചാബല്യങ്ങൾ കൊണ്ട് അവർക്ക് അജണ്ടകളും ആക്ടിവിറ്റികളും നൽകുന്നത് ചില ട്രൂപ്പുകളും ഗ്യാങ്ങുകളും
ഇരുട്ടിന്റെ ശക്തികളുമാണ് എങ്കിൽ അവർ ചെന്ന് പതിക്കുന്നത് തിരിച്ചു കയറാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ ഗർത്തങ്ങളിലേക്കായിരിക്കും. ആ ഗർത്തങ്ങളിൽ അടിപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ വായിച്ച റിപ്പോർട്ടുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കേണ്ടി വരുന്നത്. അതുവഴി ടീനേജ് ഉൾപ്പെടുന്ന കുടുംബങ്ങൾ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നത്, പല മാതാപിതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുതിയ കാല സർവേ കണക്കുകൾ അനുസരിച്ച് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 5, 10, 15 വർഷം പിന്നിട്ട് ഒരു കുഞ്ഞെന്ന സൗഭാഗ്യമില്ലാത്ത ദമ്പതികൾ അനുഭവിക്കുന്നതിനേക്കാൾ ടെൻഷനും പ്രാരാബ്ദവും പ്രയാസങ്ങളും സ്ട്രെസ്സും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മക്കളുള്ള മാതാപിതാക്കളാണ് എന്നാൽ ഇങ്ങനെ ഒരു മകൾ, അങ്ങനെ ഒരു മകൻ ഉണ്ടായതിന്റെ പേരിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ് എന്ന് പങ്കുവെക്കുന്ന കുടുംബ ബന്ധുക്കളില്ലേ, അയൽവാസികളില്ലേ, MDMA-യിൽ, LSD സ്റ്റാമ്പുകളിൽ, ഹാഷിഷുകളിൽ, പ്രണയങ്ങളിൽ, പോർണോഗ്രാഫികളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ നിന്ന് തെന്നുമാറി അവരെയും കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് യാത്ര തിരിക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുടെ, മാതാപിതാക്കളുടെ ഗതികേടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവ ലഹരി കീഴ്പ്പെടുത്താൻ സാധ്യതയുള്ള പ്രായം. പ്രണയം, മൊബൈല്, ഗെയിം, ഫേസ്ബുക്ക്, റീൽസ്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ കാറ്, ബൈക്ക്, കറങ്ങി നടക്കൽ, ഇങ്ങനെ ആ ഒരു പ്രായം നമ്മുടെ മനസ്സിൽ ചിത്രീകരിക്കപ്പെടണം. എന്നിട്ടാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നതിൽ സാക്ഷ്യം നേടണം. എങ്ങനെ ബിസിനസ് നടത്താമെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ തന്റെ സംരംഭത്തെ വിജയിപ്പിക്കാമെന്നതിന് മണിക്കൂറുകളും യാത്രകളും സമയങ്ങളും ഒക്കെ നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. 10 വയസ്സ് പിന്നിടുന്ന 8-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന UP സ്കൂളിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകളെ, എൻ്റെ മകനെ സമൂഹത്തിനും കുടുംബത്തിനും മഹല്ലിനുമൊക്കെ എങ്ങനെ ഒരു നല്ല മകനും മകളുമാക്കി, എങ്ങനെ നാളെയുടെ നല്ലൊരു പൗരനാക്കി, എങ്ങനെ ഒരു റിസോഴ്സ് പേഴ്സണാലിറ്റി ആക്കി, എങ്ങനെ നല്ലൊരു വ്യക്തിത്വമാക്കി തീർക്കാം എന്നതിൽ പല പാരൻസും അശക്തരും അറിവില്ലാത്തവരും അവിവേകികളുമാകുന്നു എന്ന് പറയുന്നതിൽ ഏറെ സങ്കടമുണ്ട്. അമേരിക്കയിൽ 8-1 കുട്ടികൾ ഈ പ്രായത്തിൽ അവർ കൗൺസിലിംഗിന് വിധേയാകുക. ഡി അഡിക്ഷൻ സെന്ററിലേക്ക് 8 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടി ഡി അഡിക്ഷൻ സെന്ററിലാണ്. അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ മനോരോഗവുമായി ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ അടുത്ത് നമ്മൾ ഈ കുട്ടികളെ വ്യതിചലനത്തിലേക്ക് വിധേയമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ഒന്ന് സോഷ്യൽ മീഡിയകളാണ്. ഓസ്ട്രേലിയൻ സർക്കാർ 16 വയസ്സ് വരെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിരിക്കുകയാണ്, നിരോധിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയ കമ്പനി അവരുടെ ആ ബാൻ ചെയ്ത നിയമത്തെ ലംഘിക്കുകയാണ് എങ്കിൽ 49.5 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ, ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 270 കോടി രൂപ ഫൈൻ ചുമത്തുമെന്നാണ് പറഞ്ഞത്. 16 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക്, കുട്ടികൾക്ക്, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പെർമിഷൻ ഇല്ലാതെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ 270 കോടി പിഴ ചുമത്തുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം ആ സർക്കാർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഫ്രാൻസിലും അതേപോലെ തന്നെ ചില US, അമേരിക്കയുടെ ചില സ്റ്റേറ്റുകളിലുമൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നത് വിത്ത് ദ പെർമിഷൻ ഓഫ് പാരൻസ് എന്നാണ്. രക്ഷിതാക്കളുടെ സമ്മതമില്ല എങ്കിൽ, രക്ഷിതാക്കളുടെ അനുവാദമില്ല എങ്കിൽ സോഷ്യൽ മീഡിയ കമ്പനികളും ആപ്ലിക്കേഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും അത് ഓപ്പൺ ചെയ്തു കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല എന്നത് നിയമമാക്കിയിരിക്കുകയാണ്. അതിന്റെ കാരണം കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച, നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന TV, അവരുടെ ടാബുകൾ, റീൽസുകൾ, അതിലെ കാഴ്ചകൾ അവരുടെ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്, ബോധ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇപ്പൊ ഒരു കുട്ടി പ്രതിവർഷം കണക്കനുസരിച്ച് ടാബിലൂടെ, TV-യിലൂടെ, കാഴ്ചകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് 18,000 കൊലപാതകങ്ങൾ ഒരു വർഷം അവൻ കണ്ടു തീർക്കുന്നു അല്ലെങ്കിൽ കാണാൻ ഇടവരുന്നു എന്നാണ്. 20,000-ഓളം റേപ്പ് സീനുകൾ, ബലാത്കാര സീനുകൾ അവൻ കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അത് സ്വാധീനിക്കുന്നത് പിന്നെ എങ്ങനെയാണ്? പല കേസുകളിൽ ഇപ്പോ 13 വയസ്സുള്ള ഒരുത്തനാണ്, 5-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരുത്തനാണ് 4.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയത് എന്ന് 10-ാം ക്ലാസ്സുകാരൻ അവന്റെ സഹപാഠിയെ കൊന്നുകളഞ്ഞ റിപ്പോർട്ടുണ്ടായി. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഇംഗ്ലീഷ് ഫിലിം, റാംബോ ഫിലിം കണ്ടിട്ട് അതിനനുസരിച്ച് അവൻ ചെയ്തതാണ്. അതേപോലെ തന്നെ 9-ാം ക്ലാസ്സുകാരനെ നഗ്നനായി പാലയിലെ സ്കൂളിൽ നടത്തിച്ചതിന്റെ പിന്നില് അവർക്ക് ഒരു തെലുങ്ക് ഫിലിമാണ്, അതിലെ ഹീറോയിസം കാണിച്ചതാണ് എന്ന് അവർ പറയുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും റിപ്പോർട്ടുകളും എടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ
അവർ ആ കാഴ്ചകൾക്കനുസരിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്തേക്ക് എത്തുന്നതിന്റെ ദുരന്ത ഫലമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തിരിച്ചു പിടിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് സമൂഹം മൊത്തത്തിൽ ആഗോളതലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ പരിഹാരങ്ങൾക്ക് വേണ്ടി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇസ്ലാമിക ഉമ്മത്ത് എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കുവാനുള്ള പല കാര്യങ്ങളുമുണ്ട്. ഈ ഉമ്മത്തിന് ദിശാബോധം കൊടുത്ത് നമ്മുടെ മക്കളൊക്കെ നാളെയിലെ നല്ല തലമുറകളായി മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹുക്ക് വിധേയപ്പെട്ട അടിമകളുടെ വിശേഷണമായി പറയുന്നിടത്ത് അവർ പടച്ചറബിനോട് പ്രാർത്ഥിക്കുമെന്നാൽ ഇണജീവിതത്തിന്റെ ഇമ്പത്തിന് വേണ്ടിയും മക്കളുടെ കൺകുളിർമക്ക് വേണ്ടിയും കാരുണ്യവാനായ പടച്ചറബിനോട് തേടുകയാണ്, അള്ളാഹുവേ എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ കൺകുളിർമ നൽകണമെന്ന്. 2 വയസ്സ് പ്രായത്തിലുള്ള കുഞ്ഞിൽ നിന്ന് മാത്രം നമുക്ക് കൺകുളിർമ ലഭിച്ചാൽ പോരല്ലോ. അവർ LP-യിൽ നിന്ന് UP-യിലേക്ക്, UP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക്, ഹയർ സെക്കൻഡറിയിലേക്ക്, കോളേജിലേക്ക് എത്തുന്ന സമയത്ത് അവർ കുളിർമയായി നിലനിൽക്കണം. മക്കൾ കണ്ണിലെ കരടായി മാറാതിരിക്കാൻ വേണ്ടി ഏതൊരു അറ്റാച്ച്മെന്റും സഹവാസവും സംസാരവും ബന്ധവും സ്നേഹവും ഇരുത്തവുമാണ് നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മേൽ പരാമർശിച്ച കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, അവരുടെ കാഴ്ചകളിലേക്ക്, അവരുടെ ബോധ ഉപബോധ മനസ്സുകളിലേക്ക്, അവരുടെ ജീവിത യാത്രകളിൽ കടന്നു വരാതിരിക്കാൻ വേണ്ടി എന്ത് പ്രതിരോധമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അക്രിമു ഔലാദകും വഅഹ്സിനു അദബഹും. അക്രിമു ഔലാദകും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ റെസ്പെക്ട് ചെയ്യണമെന്നാ പറയുന്നത്. പ്രവാചകൻ പറയാ, പ്രോഫറ്റിക് സൈക്കോളജിയാണ്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം എന്താണ് നിങ്ങളെ ഈ പ്രവാചകൻ 6-ാം നൂറ്റാണ്ടിൽ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ ആധുനിക കാലത്ത് പറയാറുണ്ട്, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. ബഹുമാനം കൊടുക്കുക, ആദരം കൊടുക്കുക, എന്നിട്ട് ആദരവും ബഹുമാനവും സ്വീകരിക്കുക എന്നാണ്. പ്രവാചകൻ പാരന്റിങ്ങിന്റെ വിഷയത്തിൽ മാതാപിതാക്കളാകുന്ന മുസ്ലിം പാരന്റ്സിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുക, അക്രിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് റെസ്പെക്ട് കൊടുക്കണം, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്. സ്വാഭാവികമാണ്, ആ പ്രായത്തിനിടയ്ക്ക് ഈ ചാബല്യങ്ങൾ കടന്നു വരും. ഉമ്മയുടെ മൊബൈൽ എടുത്ത് ആർക്കെങ്കിലും മെസ്സേജ് അയക്കും, ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങും, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടും. അത് വലിയ എന്തോ സംഭവിച്ചു എന്ന നിലക്ക് അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വിധത്തിൽ അവിവേകത്തോടുകൂടി ടീച്ചേഴ്സിന്റെ അടുത്ത് വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടുകയാണോ, കൂടുതൽ പരിതാപകരവും ദുരന്തപൂർണവുമായ കാര്യങ്ങളിലേക്ക് എത്തുകയാണോ ചെയ്യുന്നത് ആലോചിക്കേണ്ടതുണ്ട്. അവിടെ സ്നേഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി എന്താ സംഭവിക്കുന്നത് എന്ന് വിലയിരുത്താൻ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ പറഞ്ഞത്, വഅഹ്സിനു അദബഹും, നിങ്ങൾ അവരുടെ അദബിനെ, സംസ്കാരത്തെ മെച്ചപ്പെടുത്തിയെടുക്കണമെന്നാണ്. അവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുകയും എന്നിട്ട് അവരെ നിങ്ങൾ മോൾഡ് ചെയ്തെടുക്കുകയും മെച്ചപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിശാസ്ത്രവും അങ്ങനെയായിരുന്നു. പേരക്കുട്ടികളിലേക്കും അതേപോലെ തന്നെ മകളിലേക്കുമൊക്കെ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേട്ട് പരിഗണിച്ചു പോകുന്ന എത്രയോ രംഗങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, മാ നഹല വാലിദുൻ വലദഹു അഫ്ളല മിൻ അദബിൻ ഹസൻ. മാ നഹല വാലിദുൻ വലദഹു, ഒരു പിതാവും തന്റെ മക്കൾക്ക് നൽകിയിട്ടില്ല ഏത് സമ്മാനമല്ലാതെ ഏറ്റവും മൂല്യവത്തായ സമ്മാനം, മിൻ അദബിൻ ഹസൻ, നല്ല സംസ്കാരം പഠിപ്പിക്കുക എന്ന സമ്മാനമല്ലാതെ കൊടുത്തിട്ടില്ല എന്നാ. നമ്മൾ മക്കൾക്ക് എന്തൊക്കെ സമ്മാനങ്ങൾ കൊടുത്തു, എന്തൊക്കെ ഓഫറുകൾ കൊടുത്തു, അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെടുത്തി അവർക്ക് അതുമായി ബന്ധപ്പെട്ട സംസ്കാരം പഠിപ്പിക്കുന്ന സമ്മാനം കൊടുക്കാൻ സാധിച്ച എത്ര രക്ഷിതാക്കളുണ്ട്. അവരുടെ ശരീരം വളരാൻ വേണ്ടി ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, സ്കൂളിലും കോളേജിലും ഫീസ് അടക്കാൻ വേണ്ടി സമ്പത്ത് കൊടുക്കുന്ന ആളുകൾ, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ആളുകൾ, LKGക്ക് ഒരു മേശ വാങ്ങിയാൽ UKGക്ക് മറ്റൊരു മേശ വാങ്ങുന്നവർ, ജീവിതം കളർഫുൾ ആക്കാൻ വേണ്ടി അങ്ങനെ അങ്ങേയറ്റം അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് എൻ്റെ മകനും മകളും വളരുകയാണ്, പ്രായപൂർത്തി എത്തുകയാണ്, അതിനനുസരിച്ച് അഖീദ പഠിപ്പിക്കണം, അതിനനുസരിച്ച് അനുഷ്ഠാന മുറകൾ അറിയിക്കണം, വിധിവിലക്കുകൾ പഠിപ്പിക്കണം, ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്ന ബോധമുണ്ടാകണം, കാലവും ലോകവും മാറിക്കൊണ്ടിരിക്കുന്നത് അവരെ അറിയിച്ചു കൊണ്ടിരിക്കണം എന്ന നിലക്കുള്ള ഒരു പാരന്റിങ് എത്ര കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. അബ്ദുൽ മലിക് ബിൻ മർവാനാണ് എന്ന് പറയപ്പെടുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് എന്നും പറയപ്പെടുന്ന ഒരു അസറിൽ നിന്ന്, ഗുണപാഠമുള്ള ഒരു ചിന്തയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടത് ഇങ്ങനെയാണ്,
കുട്ടികൾ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ അവരുമായി നിങ്ങൾ കുട്ടികളായി അവരുടെ കൂടെ കളിക്കൂട്ടുകാരായി തീരണം. അദ്ദിബുഹു സബ്അ, പിന്നെ 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെ അവർക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ സാഹിബുഹു സബ്അ, 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ടീനേജിന്റെ ഏറ്റവും നിർണായകമായ സമയങ്ങളിൽ നിങ്ങൾ അവരുടെ ഫ്രണ്ട്സുകളായി മാറണം. കുട്ടികൾ പറയുന്ന ചങ്ക് ബ്രോസ് നമ്മുടെ വീടകങ്ങളിലും അവരുടെ ജീവിതത്തിലും അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഉമ്മയും ബാപ്പയും ആകണമെന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും അറിയിക്കപ്പെട്ടത്. പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങൾ കുട്ടികൾക്ക് മുറു ഔലാദക്കും, നിങ്ങൾ കുട്ടികൾക്ക് കൽപ്പന കൊടുക്കണം, നിർദ്ദേശം കൊടുക്കണം, ബിസ്സലാത്തി, നമസ്കാരത്തെ കുറിച്ച്. വഹും അബ്നാഉ സബ്ഇ സിനീൻ, അവർക്ക് 7 വയസ്സ് ആകുമ്പോൾ നിങ്ങൾ നമസ്കാരത്തെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തണം. വളിരിബൂഹും അലൈഹാ, ആ വിഷയത്തിൽ നിങ്ങൾ അവരെ അടിക്കണം എന്ന് പറയാൻ, പിടിച്ചടിക്കണം എന്നതല്ല അതിന്റെ വിവക്ഷ എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ ജീവിതത്തിൽ ഒരാളെപ്പോലും അടിച്ചിട്ടില്ല എന്നാണ്. 10 വർഷത്തോളം പ്രവാചകന് സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയാ, പ്രവാചകൻ എന്നോട് ചേ എന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്താ അനസ് നീ അങ്ങനെ ചെയ്തത്, എന്താ ഇങ്ങനെ ചെയ്യാത്തത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുദൂതർ, കുട്ടികളുടെ ഗുരുനാഥനാകുന്ന പ്രവാചകൻ കുട്ടികളെ അടിക്കാൻ പറഞ്ഞത് ആ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് 7 വയസ്സിൽ തുടങ്ങി 10 വയസ്സായിട്ടും നമസ്കാരത്തിന്റെ ഗൗരവത്തിലേക്ക് കടക്കാനും അത് നിർവഹിക്കാനും അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉപദേശങ്ങളുടെ കനം വർദ്ധിപ്പിക്കണമെന്നാണ്. നമ്മൾ 7-ാം വയസ്സിൽ തുടങ്ങിയോ, 7 വയസ്സെത്തി 7 കടന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കൈപിടിച്ച് സുബൈ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന രക്ഷിതാക്കളുടെ മക്കൾ വഴിതെറ്റി പോകുമോ? മകളെ ആ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഉമ്മാന്റെ പിന്നിൽ മൗമുമായിട്ട് അങ്ങനെ വീട്ടിലും ഒരു ജമാഅത്ത് നടക്കുന്ന സീനുള്ള ഒരു വീടിനെ ലഹരിക്കോ പ്രണയത്തിനോ അധാർമികതകൾക്കോ യുക്തിവാദികൾക്കോ പിന്നെ കവർന്നെടുക്കാൻ സാധിക്കുമോ? സാധ്യമല്ല. പക്ഷെ നമ്മൾ തുടങ്ങിയിട്ടില്ല. എന്നാൽ മക്കൾ ചിലത് തുടങ്ങിയിട്ടുണ്ട്, അതിൽ അവസാനം ജീവിതം ഒടുങ്ങുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വഹും അബ്നാഉ ഫഫരിഖൂ ബൈനഹും, അവരെ നിങ്ങൾ വേർപെടുത്തണം, കുട്ടികളെ നിങ്ങൾ വേർപെടുത്തണം. 10 വയസ്സെത്തിക്കഴിഞ്ഞാൽ ടീനേജ് പ്രായത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവരുടെ കിടപ്പറകളെ നിങ്ങൾ വേർപെടുത്തണമെന്നാണ്. ഫിൽ മലാജിഇ, ഉറക്ക സ്ഥലങ്ങളിൽ ധാർമ്മിക ലൈംഗിക സദാചാര വിശുദ്ധി, വീടകങ്ങളിൽ നിന്ന് സ്വന്തം രക്തത്തിൽ പിറന്ന മകനെയും മകളെയും രക്തബന്ധത്തിലെ ബ്ലഡ് റിലേഷൻസ് ആകുന്ന സിസ്റ്റർ ബ്രദറെ മാറ്റിക്കിടത്തിക്കൊണ്ട് ലൈംഗിക സദാചാരത്തിന്റെ മനോഹരമായ നിയമം വിധിവിലക്ക് പഠിപ്പിക്കപ്പെട്ട ഈ ഉമ്മത്തിലെ കുട്ടികൾ അന്യായമായ ലൈംഗിക അധപ്പതനത്തിലേക്ക് പോകൂല. 8 വയസ്സുകാരി 9 വയസ്സുകാരി 8 വയസ്സുകാരിൽ നിന്ന് ഗർഭം സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഇതൊക്കെ അള്ളാന്റെ റസൂൽ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കുടുംബങ്ങളിൽ പ്രാക്ടിക്കലൈസ് ചെയ്യാതെ വെറും ഖുതുബകളിലും ക്ലാസ്സുകളിലും കുടുംബ സംഗമങ്ങളിലും കേൾക്കാനുള്ള ഒരു തിയറി റിലീജനാക്കി പരിമിതപ്പെടുത്തുമ്പോൾ, ഉപദേശങ്ങൾ കേൾക്കുക, സ്വീകരിക്കുക, പറയുക എന്നിടത്ത് മാത്രം നിൽക്കുമ്പോൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതിൽ ഇസ്ലാമിക ഉമ്മത്തിൽ നിന്ന് ഇനിയും കുട്ടികളെ ലഭിക്കാൻ തുടങ്ങും. അതിന് പ്രതിരോധം സൃഷ്ടിക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട്, മഹല്ലുകൾക്കുണ്ട്, ഉത്തരവാദിത്തമുള്ളവർക്കുണ്ട്. ഇനിയും പ്രവാചകൻ എങ്ങനെയാണ് കൗമാരത്തെ കൈകാര്യം ചെയ്തത് എന്ന് പ്രവാചകന്റെ ചുറ്റുപാടിലും പ്രവാചകന്റെ സമീപത്തുമുണ്ടായിരുന്ന 20 വയസ്സിൽ താഴെയുള്ള കൗമാര കൂട്ടങ്ങളെ അതിമനോഹരമായി അവരുടെ എനർജിയെ, സിനർജിയെ, അവരുടെ സ്കില്ലുകളെ, കാലിബറുകളെ പ്രവാചകൻ അക്കാലത്ത് ഉപയോഗപ്പെടുത്തിയതിന്റെ ചരിത്രവും സന്ദേശവും കൂടി നമ്മൾ വായിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ ആ വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെന്ന അമാനത്തിനെ പരലോകത്തും ഇഹലോകത്തും ഗുണം ചെയ്യുന്ന വിധത്തിൽ തർബിയത്ത് കൊടുത്ത് പരിപോഷിപ്പിക്കുവാനുള്ള പക്വതയും വിജ്ഞാനവും വിവേകവും അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം വഹുവല്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹാദിഹിൽ ഹിദായത്തിൻ നഈമത്തിൽ ഖാലിദ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലൽ ഖാഇൽ ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് സമാധാനത്തോടെ, സന്മാർഗ സ്ഥിരതയോടെ, സൽക്കർമ്മ നിരതയോടെ ജീവിതത്തെ മുന്നോട്ട് നീക്കുന്ന ഉത്ബുദ്ധരിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ കാല
ടീനേജ് പാരന്റിങ്ങിൽ വിശുദ്ധ ഖുർആനിനെ മുൻനിർത്തിക്കൊണ്ട് ഇടപെടലുകൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുസ്ലിം കുടുംബങ്ങളിൽ അഥവാ നമ്മുടെ വീടുകളിൽ അർത്ഥസഹിതം ആലോചനക്ക് വിധേയമാക്കേണ്ട 2 സൂറത്തുകളാണ്. ഒന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ 24-ാം അധ്യായം, മറ്റൊന്ന് 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ. ഈ 2 അധ്യായങ്ങളും സൂറത്തുൻ നൂറിൽ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിശദാംശങ്ങൾ. സൂറത്തുൽ ലുഖ്മാനിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ലുഖ്മാൻ എന്ന് പറയുന്ന വിജ്ഞാനിയുടെ, തത്വജ്ഞാനിയുടെ സാരോപദേശങ്ങളുണ്ട്. അപ്പൊ ഈ സമയം വരെ ഇത്രയും കാലം ഇസ്ലാമിക് ഫാമിലി ലൈഫും അനുഷ്ഠാന മുറകളും ഖുർആനിക ബന്ധവും എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചു തീർത്തെങ്കിലും ഈ 2 അധ്യായങ്ങൾ അർത്ഥബോധനം ലഭിക്കുന്ന വിധത്തിൽ പാരായണം ചെയ്ത് ചർച്ച ചെയ്ത് നമ്മുടെയും മക്കളുടെയും നല്ല മനസ്സുകളിലേക്ക് പങ്കുവെക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിനുള്ള എളിയ ശ്രമം നടത്തേണ്ടതുണ്ട്. കാലം കാലുഷ്യമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെ സന്മാർഗത്തെ, സദാചാരത്തെ, ചാരിത്രത്തെ, ധർമ്മത്തെ, ധാർമ്മികതയെ, വിശ്വാസത്തെ കവർന്നെടുക്കപ്പെടുന്ന കൂട്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ മക്കൾക്ക് സ്റ്റേണായി നിലകൊള്ളാൻ സാധിക്കണം. അതിൽ സൂറത്തുൻ നൂറിൽ പറഞ്ഞത് മാതാപിതാക്കളുടെ റൂമിലേക്ക് കടക്കാൻ പറഞ്ഞ സമയങ്ങൾ, 3 സമയങ്ങളിൽ കടക്കാൻ പറഞ്ഞിടത്ത് പെർമിഷൻ ചോദിക്കാൻ പറഞ്ഞത്, അത്രമേൽ സദാചാര ബോധനം നൽകപ്പെട്ട ഉമ്മത്ത്, കുട്ടികൾക്ക് കൊടുക്കപ്പെട്ട നിർദ്ദേശങ്ങൾ. അതേപോലെ തന്നെ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, ലുഖ്മാൻ എന്ന വിജ്ഞാനി തൻ്റെ മകൻക്ക് കൊടുക്കുന്ന ഉപദേശം ഞാൻ ആമുഖമായി ഓതിവച്ച ആയത്തിൽ വിശ്വാസം പഠിപ്പിക്കുന്നു, അനുഷ്ഠാനം അറിയിക്കുന്നു. അവ രണ്ടിൻ്റെയും ഉപോൽപ്പന്നമായി ഉണ്ടാകേണ്ട സ്വഭാവ സംസ്കാര സവിശേഷതകൾ അറിയിക്കുന്നു. ആ പറയുന്ന കൺവേ ചെയ്യുന്ന മെസ്സേജ് പോലും എത്രമേൽ ഹൃദ്യമാണ്, എത്രമേൽ ചാമിങ് ആണ്, വണ്ടർഫുൾ ആണ്. ശബ്ദമുയർത്തി അതല്ലെങ്കിൽ മക്കൾക്ക് അവരുടെ മനസ്സ് മനസ്സിലാക്കാതെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അങ്ങനെ ശിക്ഷണം കൊടുക്കുന്നുണ്ട് എന്നതല്ല, മറിച്ച് ആ പ്രായത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടുകൂടി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോട് സംവദിക്കുന്ന ശൈലിയാണ്, നാവിൽ നിന്ന് ചെവിയിലേക്കല്ല. യാ ബുനയ്യ വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് കൊടുത്ത ഉപദേശം, വഹുവ യഅ്ലുഹു, സതുപദേശം നൽകുകയാണ്. യാ ബുനയ്യ, അല്ലയോ പൊന്നു മകനെ എന്നാണ് ഇങ്ങനെ പറയേണ്ടത്. നമ്മൾ പറയുന്നത് എങ്ങനെയാ? ഇതൊന്നും നന്നാവൂലടാ, മനസ്സിലായില്ലേ? അങ്ങനെ പറയുന്നത് ഈ നന്നാവൂല എന്നാണ്. അപ്പൊ മകനും ആ കോലത്തിൽ തന്നെയാണ്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയോട് പറയാം, എൻ്റെ മോനോട് പറഞ്ഞാളാണ്, മനസ്സിലായില്ലേ? ഇയാളെ മോനും മോളും ആണെന്നുള്ള ഓർമ്മയില്ല, ഓളോട് പറഞ്ഞാളാ, അല്ലെങ്കിൽ ഓനോട് പറഞ്ഞാളാ. ഈ കോലത്തിലാണ് എങ്കിൽ അധികം ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്ന്. അതേപോലെ തന്നെ പിന്നെ മോൻ പിന്നാലെ വരികയാണ്, നിങ്ങളെ മറ്റാളോട് പറഞ്ഞാളി, ആര്? പാപ്പാനോട് പറഞ്ഞാളിന്ന് ഉമ്മാനോട് പറയാ. ഇതിനിടക്ക് കടന്ന് ഉമ്മ സമ്മർദ്ദത്തിലാകാൻ. എന്നാ ഖുർആന്റെ ശൈലി, യാ ബുനയ്യ, അല്ലയോ പൊന്നു മകനെ, ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന അഖീദ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ യാ ബുനയ്യ, അല്ലയോ പൊന്നു മകനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു അണു അളവ്, ഒരു കടുക് മണി, ഫതകുൻ ഫീ സഖറ, നീ പാറയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലും, ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, ആകാശങ്ങളിലോ ഭൂമിയിലോ ആകട്ടെ, യഅതി ബിഹല്ലാഹ്, അല്ലാഹ് അത് കൊണ്ടുവരുമട്ടോ. കടുക് മണിയേക്കാളും ചെറുതായ MDMA സൂചി കുത്തി അകത്താക്കുന്ന കുട്ടികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രാമിന് 5000, 6000, 8000 രൂപയാണ് MDMA എന്ന് പറയുന്നത്. അത് പിടിക്കപ്പെടുമ്പോൾ 2 കിലോ MDMA പിടിച്ചു എന്നല്ല കേസിൽ കാണാറുള്ളത്. 10 ഗ്രാമുമായി ഷെരീഫ് പിടിയിലെന്നാണ്. പേര് ഷെരീഫാണ്, അർത്ഥം മാന്യനാണ്. അബൂബക്കർ 25 ഗ്രാമുമായി പിടിയിലെന്നാണ്. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയെ മാത്രം ചർച്ചക്കെടുക്കുകയല്ല, എന്നാൽ ഇത് നമുക്ക് മനസ്സിലാക്കാനാണ്. പത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രാദേശിക കോളത്തിലും സ്റ്റേറ്റ് ലെവലിലുമൊക്കെ വരുന്നതിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോധനം കൊടുക്കുക. എത്ര ചെറുതാണെങ്കിലും അള്ളാനെ കാണാതെ മാതാപിതാക്കളെ വഞ്ചിക്കുക, എന്നെ പറ്റിക്കുക, നാട്ടുകാരെ പറ്റിക്കുക. പക്ഷേ നിനക്ക് ഈ ജീവിതം നൽകിയ പടച്ച റബ്ബിനെ പറ്റിക്കാൻ കഴിയില്ല. ഇതൊക്കെ പുറത്തു കൊണ്ടുവരപ്പെടുന്ന ഒരു കാലവും സമയവും ഉണ്ട് എന്ന ഉത്ബോധനം കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ഉള്ളടക്കമുള്ള രൂപത്തിൽ അത് ഏറ്റെടുത്തു കഴിഞ്ഞാലോ, അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ചത്. അഖീദ അറിയിക്കാൻ. യാ ബുനയ്യ, പിന്നെ നമസ്കാരം പഠിപ്പിക്കുക. അഖ്മിസ് സ്വലാ, നമസ്കാരം നിലനിർത്തണം. നമസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്റ്റാർട്ടിംഗ് ആണ്.
നമസ്കാരത്തിന്റെ കൂടെ വഅ്മുർ ബിൽ മഅറൂഫ്, സദാചാരം കൽപ്പിക്കണം, കുട്ടികളോട് നന്മ പറഞ്ഞു കൊടുക്കണം കേട്ടോ. വൻഹ അനിൽ മുൻകർ, തിന്മയിൽ ചെന്ന് പതിക്കരുട്ടോ. വലിക്കുന്നതും വെക്കുന്നതും ചവർക്കുന്നതും കുടിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെയായിട്ട് പലതുമുണ്ട്, ബുദ്ധിയെയും സമൂഹത്തെയും ആത്മീയതയും അക്കാഡമിക്കിനെയും ഒക്കെ നശിപ്പിക്കുന്ന. അതിലൊന്നും ചെന്നുപോയി പെടരുതിട്ടോ. പെട്ട ആളുകളുടെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതിനെതിരായിരിക്കണം ഞാനും നീയും നിലക്കൊള്ളേണ്ടത് എന്ന് മക്കളുടെ കൈപിടിച്ചുകൊണ്ട് അത്തരം തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ പറയാതെ തന്നെ ആ ചടങ്ങുകളിലൂടെ മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്ന കുടുംബത്തിലെ അംഗമാണ്, മകനാണ്, മകളാണ് ഞാൻ എന്ന ബോധം. വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് സംഭവിച്ചതിൽ നീ ക്ഷമ അവലംബിക്കുക എന്ന് പറയാ, തവക്കുൽ ഉണ്ടാകുക എന്ന് പറയാ. റിസൾട്ട് തെന്നു മാറിക്കഴിഞ്ഞാൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ട ആവശ്യമില്ല. പടച്ചറബിന്റെ ഖലാ ഖദറാൻ, തിരിച്ചു വരവുണ്ട്. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഈ പറയുന്നതൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കപ്പെടുകയാണ്. ഇനിയും സൂറത്തുൽ ലുഖ്മാനിൽ ഒരുപാട് സാരോപദേശം ഖുർആനിനെ കുറിച്ച്, ആകാശഭൂമികൾ ദൃഷ്ടാന്തമെന്ന് പറഞ്ഞ് പിന്നെ വിശ്വാസം പഠിപ്പിച്ച് അനുഷ്ഠാന മുറകൾ, അതിനുശേഷം മുഖം കൂട്ടി നടക്കരുത്, ജനങ്ങൾക്ക് നേർ മാന്യമായി വർത്തിക്കണം എന്ന് പറയാ. കുട്ടികളെ റൈസാകാൻ, ബൈക്ക് എടുത്തിട്ട് കാർ എടുത്തിട്ട് ചീറിപ്പായുകയാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു അംഗം അങ്ങനെ ആകാൻ പാടുണ്ടോ? പാടില്ല. കാരണം അഹങ്കാരത്തോടുകൂടി ഭൂമിയിൽ നടക്കാൻ പാടില്ല. ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, അള്ളാനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വിനയത്തോടുകൂടി നടക്കുന്നതിന്റെ ശബ്ദം പോലും മറ്റുള്ളവരെ അറിയാതെ, ഭൂമിക്ക് കനമാകാതെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ സർഗാത്മകമാക്കി തീർക്കുന്ന കുടുംബ പശ്ചാത്തലം. സാരോപദേശങ്ങൾ, നിന്റെ ശബ്ദം നീ താഴ്ത്തണമെന്ന് പറയാ. ആരുടെ ശബ്ദമാ ഉയരുന്നത്? വിവാഹ പന്തലുകളിൽ, വിവാഹ ഘോഷയാത്രകളിൽ, പിന്നെ മുട്ടായി കൊടുക്കാൻ പോകുന്നതിൽ, പുതിയാപ്ലയുടെ വരവിൽ, ഇങ്ങനെയൊക്കെ ഉപദേശം കിട്ടിയ ഉമ്മത്ത് കാണിക്കേണ്ട ക്വാളിറ്റി എത്രമേൽ ഹൃദ്യമാണ്. പക്ഷേ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? കാരണം റോൾ മോഡലുകൾ ഇല്ലാതായി കൊണ്ടിരിക്കുന്നു എന്നാണ്. വാപ്പയും ഉമ്മയും റോൾ മോഡലാകാതെ മക്കൾ റോൾ മോഡലായി തീരുകയില്ല എന്നാണ്. ഉസ്താദിന്റെ അടുത്ത് വന്നുകൊണ്ട് കംപ്ലൈന്റ് പറയാണ് രക്ഷിതാവ്, ഞാൻ മക്കൾക്ക് പേരിട്ടത് ഹസൻ ഹുസൈൻ എന്നാണ്, ചരിത്രത്തിൽ നിന്നാണ് ആ പേര് ഞാൻ കണ്ടെത്തിയത്, അങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ എൻ്റെ മക്കൾ പിഴച്ചു പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് തിരിച്ചു പറഞ്ഞു, മക്കൾക്ക് ഹസൻ ഹുസൈൻ എന്ന് പേരിട്ടാൽ മാത്രം പോരാ, ആ പേര് നൽകിയ ആ രക്ഷിതാക്കളുടെ പേരും കൂടി ആലോചിച്ചില്ലേ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവർ രക്ഷിതാക്കൾ അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായിരുന്നു. അതിന്റെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതുപോലെ ടാങ്കിയിലുള്ള വെള്ളമാണ് പൈപ്പിലൂടെ ലഭിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ കാല സമസ്യകളിൽ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അതിജീവനവും ആത്മസംസ്കരണവും സാധ്യതകളും സന്മാർഗവും സദാചാരവും സംസ്കാരവും നേടിയെടുക്കാൻ കഴിയുന്ന ഉത്ബുദ്ധരായ രക്ഷിതാക്കളിലും മക്കളിലും ഇണകളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ നീ സൽസന്താനങ്ങളാക്കി നിലനിർത്തണമേ നാഥ. അള്ളാഹുവെ, അവർക്ക് യഥാവിധി നൽകേണ്ട തർബിയത്തിൽ വീഴ്ച വരുത്താതെ മരണത്തിന് ശേഷവും ജീവിതത്തിന്റെ സായാഹ്ന സമയത്തിലും പ്രാർത്ഥന മക്കളിൽ നിന്ന് ലഭിക്കാൻ പാകത്തിൽ കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പത്തിലെ തർബിയത്ത് കൊടുത്ത് ആ കർത്തവ്യം നിർവഹിച്ച രക്ഷിതാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തി, ദാമ്പത്യ, കുടുംബ, സാമൂഹിക ജീവിതത്തെയും ഇടപാടുകളെയും ഒക്കെ തഖ്വയിൽ അധിഷ്ഠിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ നാഥ. മരണപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ, സഹപ്രവർത്തകൻ, മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ KNM ജില്ലാ വൈസ് പ്രസിഡന്റ് ഉബൈദുള്ള മാഷയുടെ മകൾ, ജീവകാരുണ്യ പാലിയേറ്റീവ് മേഖലയിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു, മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കോഴിക്കോട് ബസ് ആക്സിഡന്റിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 27 വയസ്സുകാരൻ, ഒരു വിദ്യാർത്ഥി ചെറുപ്പക്കാരൻ മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇരു കുടുംബങ്ങൾക്കും അല്ലാഹു അതിൽ സുബ്ർ നിലക്കൊള്ളാൻ, സുബ്റും തവക്കുലും നേടിയെടുക്കുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ ഉപജീവന വിഷയത്തിൽ പല പ്രയാസങ്ങളിലൂടെയും കടബാധ്യതകളിലൂടെയും കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹുവേ, അവർക്കൊക്കെ നീ ആശ്വാസവും അനുഗ്രഹവും ചൊരിയണമേ നാഥ. ഞങ്ങളുടെ എല്ലാം ഹലാലായ സമ്പാദ്യ ഉപജീവന അധ്വാന മേഖലകളിൽ നീ ബറക്കത്ത് നൽകണമേ നാഥ. ഹറാമിനോട് പാടെ വിട പറഞ്ഞ് ഹലാലിൽ അടിയുറച്ചു നിൽക്കുവാനും സംശുദ്ധമായ ജീവിതം നയിച്ച് ഏറ്റവും
ഏറ്റവും മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങൾ എന്ന ദറജയിലേക്ക് ഉയർന്നു വരാനും ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ നാഥ. ആരോഗ്യത്തോടെ ആയുസ് ദൈർഘ്യത്തോടെ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാനും അതിലേക്ക് കടക്കാനും ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിലെ രോഗികളായ ആളുകൾ, പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞവർ, ശമനം നൽകണമേ റബ്ബേ. അള്ളാഹുവെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വിശിഷ്യ പലസ്തീനിന്റെ മണ്ണ് സമാധാനത്തിലേക്കുള്ള തിരിച്ചുവരവ് എങ്കിലും സാമ്രാജ്യത്വവും സൈനിസവും കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് കുടില തന്ത്രങ്ങളുമായി. ഇസ്സത്തോടുകൂടി അറബ് രാഷ്ട്രങ്ങൾക്ക് അതിനെ ഫേസ് ചെയ്യാനുള്ള താക്കത്ത് നീ നൽകണമേ നാഥ. ഒന്ന് ഭവിച്ച സീസ്ഫയറിനെ സന്ധിയെ നീ നീട്ടിക്കൊടുക്കണമേ നാഥ. ഇതിനകം കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ